7 விவசாயிகளை ஏமாற்றி கோடிக்கணக்கான ரூபாய் கையடக்கிய பாலக்காடு மணற்காடு பகுதியைச் சேர்ந்த முகமது நசீரை காவல்துறையினர் கைது செய்தனர். 4 மாதமாக இவர் தலைமறைவாக இருந்தார். ஆலப்புழையில் வைத்துதான் அடிமாலி காவல்துறையினர் கைது செய்தது. ஹைரேஞ்ச் பகுதியில் விவசாயிகளிடமிருந்து கோடிக்கணக்கான ரூபாயின் ஏலக்காயை சேகரித்த பின்பு பணம் கொடுக்காமல் தலைமறைவான குற்றவாளி கைது. இந்த நபர் 4 மாதங்களாக தலைமறைவாக இருந்தார். அடிமாலி SHO பிரின்ஸ் ஜோசப்பின் மேல்பார்வையில் SA ஜிமின் தோமஸின் தலைமையிலுள்ள சங்கம்தான் ஆலப்புழையில் வெள்ளிக்கிழமை 2 மணிக்கு இந்த நபரை பிடித்தது. காவல்துறையிடமிருந்து தப்பி செல்ல இந்த நபர் முயன்றார்கள் என்றாலும் காவல்துறையினர் பிடித்தனர். எர்ணாகுளத்தை மையமாக வைத்து என்கிரீன் என்ற கம்பெனியின் பெயரில் தான் இந்த നമ്പർ ഏമാറ്റം നടത്തിയത്. ഏലക്കകൾ കളക്ട് ചെയ്ത ശേഷം അത് വഞ്ചന നടത്തുന്ന ഒരു കേസിലേക്ക് മുഹമ്മദ് നസീർ എന്നയാൾ പാലക്കാട് സ്വദേശിയാണ്. പുള്ളിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 3 മണിക്ക് ആലപ്പുഴയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഈ മാർക്കറ്റ് വിലയ്ക്ക് മറ്റ് കർഷകർക്ക്, മറ്റ് വൻ ബിസിനസ്സുകാർക്ക് മറിച്ചു കൊടുക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ അന്വേഷണത്തിൽ ഏലക്ക ഇടുക്കിയിൽ നിന്ന് പുറത്തേക്ക് കൊടുത്തിട്ടായിട്ട് മനസ്സിലായിട്ടില്ല. ഇടുക്കിയിലുള്ള ബിസിനസ്സുകാർക്ക് തന്നെയാണ് ഏലക്ക കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഏലക്ക വൺ റേറ്റിന് എടുക്കുന്നു, അത് ആ ഏലക്ക മാർക്കറ്റ് വിലയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ കുറേ ഫണ്ട് വരും. ആ കിട്ടുന്ന ഫണ്ട് ഉള്ള കർഷകർ ആദ്യം തന്നവർക്ക് ഈ 30 ദിവസത്തെ പീരീഡിൽ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം ഈ പണം കൂടി വന്നു കഴിഞ്ഞപ്പോൾ അവസാനത്തെ ഒരു മാസം, കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തോടെ കൊടുത്ത പണം ഏലക്ക എടുത്ത് മുഴുവൻ വിറ്റ് തീരുകയും പിന്നെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ഇവിടെ പരാതികളൊക്കെ ആയപ്പോൾ നാടുവിട്ടുപോയി. നമ്മൾ ഇയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പരിശോധിച്ചിട്ട് അക്കൗണ്ടിൽ നിന്ന് പൈസയൊന്നും കാണുന്നില്ല. സ്വന്തമായിട്ട് മറ്റ് ആസ്തികളോ ഒന്നും കാണുന്നില്ല. ഒരു വീട് ഒരു 20 ലക്ഷത്തിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ആകെയുള്ള ഒരു ആസ്തിയായിട്ട് കാണുന്നത്. வேற ஒன்றும் ஆஸ்தியாയിട്ട് കാണുന്നില്ല. 2023 அக்டோபரில் தான் கொன்னத்தடி, ராஜகுமாரி, அடிமாலி போன்ற பகுதியில் விவசாயிடமிருந்து ஏலக்காய் சேகரிக்க ஆரம்பித்தது. 1 மாத காலத்தில் ஏலக்காயின் விலையில் மார்க்கெட்டிலிருந்து கிலோவிற்கு 500 முதல் 1000 ரூபாய் வரை இந்த நபர் கூடுதலாக கொடுத்து வந்திருந்தார். முதலில் 2 மாதம் முகமது நசீர் கூடுதல் தொகை கொடுத்திருந்தார். இதைத் தொடர்ந்து விவசாயிகள் கூட்டமாக சென்டருக்கு ஏலக்காய் கொண்டு வந்து கொடுத்தது. ஏலக்காய் கொடுக்கும்போது ரசீது மட்டும் கொடுத்திருந்தார். தொடர்ந்து பணம் கொடுப்பதாக வாக்குறுதி அளித்திருந்தார். ஜூலை கடைசியாக ஏலக்காய் எடுத்தது. தொடர்ந்து தான் இந்த நபர் தலைமறைவாக சென்றது. பாதிக்கப்பட்டவர்கள் கொடுத்த புகாரின் അടിപടിയിൽ இந்த നബറെ കൈത് ചെയ്തു. ഈ നഷ്ടപ്പെട്ട എല്ലാവർക്കും ഇവൻ ഈ പൈസ കിട്ടണം. കിട്ടാനുള്ള നടപടി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇവന് കൂട്ടാളികളായിട്ട് നിന്നിട്ടുള്ളവരെ എല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇത്രയും സമയം കൊണ്ട് ഏലക്ക വിറ്റ് തീർന്നിട്ടുണ്ടാവില്ല. ഇത് എവിടെ ഇരിക്കണമെന്ന് ഇവന്റെ ബാങ്ക് അക്കൗണ്ട് വഴി ഇവന്റെ ഫ്രീസ് ചെയ്ത് ഇവന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് അന്വേഷിച്ച് ഈ പൈസ എവിടെ പോയി, എന്ത് പ്രവർത്തനത്തിന് വേണ്ടി ഇവന് ഉപയോഗിച്ചു എന്നുള്ള കാര്യവും പ്രധാനമായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ നല്ല വഴിക്കല്ലെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തല്. 200 കോടി രൂപ കൊണ്ടുപോയിട്ട് ഇത് വേറെ എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനത്തിന് വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഈ ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിക്കേണ്ടതാണ്. ബില്ലുകൾ ഇപ്പം നിലവിൽ 1400 കർഷകരിൽ നിന്ന് ഇവന് കായ് എടുത്തിട്ടുണ്ട്. ഈ 1400 കർഷകരിൽ നിന്ന് എടുത്തേക്കുന്ന ആയിരക്കണക്കിന് കിലോ കായകളാണ്. ഞങ്ങളൊരു മേഖലയിൽ നിന്ന് തന്നെ, വളരെ കുറച്ച് മേഖലയിൽ നിന്ന് തന്നെ ഈ ബില്ല് കളക്ട് ചെയ്യാൻ സാധിച്ചതിൽ ഒരു 60,000 കിലോയുടെ ബില്ലുകൾ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ എമൗണ്ട് തന്നെ വളരെ വലിയ കോടികളാണ്. ഇവൻ ഞങ്ങളെല്ലാം സാധാരണ കർഷകരാണ്. നന്നായിട്ട് പണിയെടുത്ത് കായ് ഉണ്ടാക്കി ഇവനെ കൊണ്ട് കൊടുത്തതാണ്. ചെറിയൊരു ലാഭം അധികം കിട്ടുമെന്നുള്ള ചെറിയ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ ഇത് കൊടുത്തത്. പക്ഷെ ഞങ്ങൾക്കാർക്കും ഈ പൈസ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന കോടികളാണ്, ചെറിയ പൈസ ഒന്നുമല്ല. ഇവൻ അതിന്റെ ഒരു ചെറിയ ശതമാനം പോലും തരാൻ ഇതുവരെ ഇവൻ തയ്യാറായിട്ടില്ല. ഇത് ഞങ്ങൾക്ക് വീണ്ടും കിട്ടേ പറ്റൂ. 1400க்கும் மேற்பட்ட பில்லுகளில் கோடிக்கணக்கான ரூபாய் தான் ஹைரேஞ்சில் விவசாயிகளுக்கு இவர் கொடுக்க உள்ளது. அடிமாலி ஸ்டேஷனுக்கு மட்டும் 32 புகார்கள் கிடைத்துள்ளன. வெள்ளத்தூர் ஸ்டேஷனிலும் புகார்கள் உள்ளன. நியூஸ் பீரோ, அடிமாலி.